തൊടുപുഴയിലെ വ്യാപാരിയായ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. മൃതദേഹം മാൻഹോളിൽ തള്ളുന്നതിന് മുൻപ് ഒന്നാം പ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ചതായി പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ 4 പ്രതികളെയും ഒന്നാം പ്രതി ജോമോന്റെ വെട്ടിമറ്റത്തുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച ശേഷം ജോമോന്റെ വീട്ടിലെത്തിച്ചുവെന്നാണ് മൊഴി. ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. PA സാഗർ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്നും വിവരങ്ങളുമായി. സാഗർ, ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ജോമോൻ നൽകിയ കൊട്ടേഷനാണ് ബിജു ജോസഫിന്റെ കൊലപാതകത്തിന് കാരണമായതെന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതായത് ജോമോന്റെ വീട്ടിൽ ഈ മൃതദേഹം എത്തിച്ചത് അവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ, അതോ ജോമോന്റെ വീട്ടിൽ വെച്ചാണോ ഈ മരണം നടന്നത്? ടോം, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് തൊടുപുഴയിൽ കൊട്ടേഷൻ കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ജോമോനാണ് ഇത്തരമൊരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊടുത്തതും. ഇതിൽ പ്രതികളായ 4 പേരാണ് പ്രതികളായിട്ടുള്ളത്. അതായത് ഒന്നാം പ്രതി ജോമോൻ, മറ്റു പ്രതികളായ മുഹമ്മദ് അസ്ലം, ആഷിഖ് ജോൺസൺ, ജോമിൻ ഇവർ ചേർന്നാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയതും കൊലപ്പെടുത്തിയതും. ഇതിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒന്നാം പ്രതി ജോമോൻ, ജോമിൻ, മുഹമ്മദ് അസ്ലം ഈ 3 പേരെയും പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ മറ്റൊരു 2ാം പ്രതിയായ ആഷിഖ് ജോൺസൺ ഒരു കേസിൽ, കാപ്പ കേസിൽ ജയിലിലായിരുന്നു. ഇയാളെ ഇന്നലെയാണ് തൊടുപുഴ പോലീസ് അവിടെ വിയൂർ ജയിലിലെത്തി അറസ്റ്റ് ചെയ്തതും തൊടുപുഴ കോടതിയിൽ ഹാജരാക്കിയതും. പിന്നീട് തൊടുപുഴ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. നേരത്തെ തന്നെ മറ്റു 3 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ആഷിഖിനെ കൂടി എത്തിച്ചതോടെ ഈ 4 പ്രതികളെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് കഴിഞ്ഞ ദിവസം മറ്റു 3 പ്രതികൾ നൽകാതിരുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചത്. അതായത് ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ ജോമോന്റെ, ഒന്നാം പ്രതി മുഖ്യപ്രതിയായ ജോമോന്റെ വീട്ടിലെത്തിച്ചിരുന്നു എന്നാണ് ആഷിഖ് പോലീസിന് നൽകിയ മൊഴി. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 4 പേരെയും ഒരുമിച്ച് തന്നെ തൊടുപുഴ പോലീസ് ജോമോന്റെ വെട്ടിമറ്റത്തുള്ള വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ഇവർ ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിലെത്തിച്ചിരുന്നു. തുടർന്ന് ശരീര പരിശോധന, ഈ ബിജുവിന്റെ ദേഹ പരിശോധന നടത്തി. ഈ പരിശോധന, ആ ഒരു പരിശോധനയിലാണ് ബിജു കൊല്ലപ്പെട്ടതായി ഇവർ 4 പേരും മനസ്സിലാക്കിയത്. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ ഫോറൻസിക് സംഘം അടക്കമാണ് ജോമോന്റെ വീട്ടിലെത്തിയത്. ഈ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ ജോമോന്റെ വീട്ടിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. തറയിലും, അതായത് ജോമോന്റെ വീട്ടിനുള്ളിൽ ഒരു മുറിയിൽ നിന്ന് തറയിൽ ഭിത്തിയിലുമായിട്ട് രക്തക്കറ കണ്ടെത്തി. അതുപോലെ തന്നെ മുടിയുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജോമോന്റെ തന്നെ വീട്ടിലെ ഒരു മുറിയിലാണ് പ്രതികൾ ഈ ബിജുവിനെ അന്ന് കിടത്തിയത്. അതിനുശേഷമാണ് ദേഹപരിശോധന നടത്തി മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് ഇവർ ജോമോന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലേക്ക്. അങ്ങനെയെങ്കിൽ സാഗർ, ബിജുവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കേണ്ടതല്ലേ? ജോമോന്റെ വീട്ടിലേക്ക് ബിജുവിനെ എത്തിച്ചുവെങ്കിൽ ബിജുവിന്റെ കുടുംബാംഗങ്ങൾ ഇത് അറിഞ്ഞിരുന്നോ? ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക്, ബിജുവിന്റെ ബന്ധുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? ഈ ജോമോന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇനി പ്രധാനമായും കടക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പ്രതികള് ശനിയാഴ്ച തന്നെ പോലീസ് ബിജുവിനെ കാണാതായി എന്നൊരു പരാതി നൽകി. തുടർന്ന് ആ സമയത്ത് തന്നെ മറ്റു പ്രതികളെല്ലാം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിലുള്ള പ്രതികളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ 3 പേർ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇവരൊന്നും നൽകാത്തൊരു വിവരമാണ് ഇന്നലെ ഈ 2ാം പ്രതിയായ കൊട്ടേഷൻ സംഘാംഗവും കാപ്പ കേസിൽ പ്രതിയും വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായ ആഷിഖ് ജോൺസൺ ഇത്തരത്തിലൊരു മൊഴി നൽകിയത്. ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹം ഇവർ വീട്ടിലെത്തിക്കുന്നു. വീട്ടിലെത്തിച്ചതിന് ശേഷം മരിച്ചോ എന്ന് ഉറപ്പുവരുത്തുവാനായി ദേഹപരിശോധന നടത്തി എന്നുള്ളൊരു കാര്യമാണ് പുതുതായി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് മറ്റു 3 പ്രതികൾ പോലീസിന് നൽകാതിരുന്നത്. ഇതേ തുടർന്ന് തന്നെയാണ് ഇന്ന് ജോമോന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ രാവിലെ പോലീസ് എത്തി പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ, ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതടക്കം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിൽ ഇതിൽ ഇനിയും മറ്റു ഒരാളെ കൂടി പ്രതി ചേർക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും വൈകിട്ടോടുകൂടി ഒരാൾ കൂടി ഇതിൽ പ്രതിയാകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ജോമോന്റെ വീട്ടിലെത്തിച്ച ശേഷം തെളിവുകളും മറ്റും നശിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ മൃതദേഹത്തിനുണ്ടായിരുന്ന രക്തക്കറകളും രക്തവും മറ്റും തുടച്ചു നീക്കി. ഇതിനുശേഷമാണ് ജോമോന്റെ ഉടമസ്ഥതയിൽ ഉള്ള ഗോഡൌണിൽ എത്തിച്ച മൃതദേഹം മാൻഹോളിലേക്ക്
പ്രതികൾ തള്ളിയിട്ടത്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു കാര്യമാണ് ജോമോന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചു എന്നുള്ളത്. മൃതദേഹം വീടിനുള്ളിലേക്ക് ഈ 3 പേർ ചേർന്ന്, പ്രതികളായ 3 പേർ, ജോമോനും ആഷിഖും ചേർന്ന്, മുഹമ്മദ് അസ്ലം ചേർന്നാണ് മൃതദേഹം ജോമോന്റെ വീടിനുള്ളിലേക്ക് എത്തിച്ചത്. തുടർന്നാണ് ഇവർ ദേഹപരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയ സമയത്ത് ഈ 3 പേരുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ മറ്റാരുടെയും സഹായം ഉണ്ടോ ഇവർക്ക് എന്നുള്ളതെല്ലാമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിലൊരു കൃത്യമായ വിവരം പോലീസ് നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേസിൽ ഇനിയും ഒരു പ്രതി കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇവിടെ നിന്നും പ്രതികൾ ഇന്ന് തെളിവെടുപ്പ് നടത്തിയ സമയത്ത് ഈ വീട്ടിൽ നിന്ന് കൂടാതെ ഗോഡൌണിൽ, അതായത് മൃതദേഹം കുഴിച്ചിട്ട് ഗോഡൌണിലും പ്രതികളെ കൊണ്ട് തെളിവെടുപ്പ് നടത്തി. ഈ ഗോഡൌണിൽ നിന്നും പ്രതികൾ സംഭവ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇവർ ബിജുവിനെ മർദ്ദിക്കാനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഇടിവളകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികളായ ജോമിന്റെയും മുഹമ്മദ് അസ്ലമിന്റെയും ഇടിവളകളാണ് പോലീസ് കണ്ടെടുത്തത്. ഇന്നലെ ഈ നടത്തിയ തെളിവെടുപ്പിൽ ഈ 2ാം പ്രതി ആഷിഖ് ജോൺസൺ വ്യക്തമാണ്. PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ വ്യാപാരിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ബിജു കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം മുഖ്യപ്രതിയായിട്ടുള്ള 1ാം പ്രതിയായിട്ടുള്ള ജോമോന്റെ വീട്ടിലെത്തിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.